ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി വ്ലോഗ്സ്. രശ്മിറ്റി വർഗീസ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ലെവൽ ക്രോസിനടുത്താണ്. നമുക്ക് ഇന്ത്യയിലെ റെയിൽവേയുടെ പല പ്രത്യേകതകളും അറിയാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രത്യേകതയാണ് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കാക്കനാട് ലെവൽ ക്രോസിന് സമീപമാണ്. കാക്കനാടെന്ന് പറഞ്ഞാൽ എറണാകുളമല്ല, കായംകുളം കാക്കനാട്. ഓക്കെ, കായംകുളത്തു നിന്ന് എരുവ വഴി റൂട്ടിലോട്ട് വരുമ്പം നേരെ കിഴക്കോട്ട് വരുമ്പം ഉള്ളൊരു ലെവൽ ക്രോസ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രത്യേകതയായിട്ട് തോന്നി. കാരണം മറ്റുള്ള സ്റ്റേഷനിൽ അല്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ ഞാൻ ഇങ്ങനെ അത് ഇത്രയും അടുത്തൊരു എന്താ പറയുക, ഞാൻ പറയാൻ പോകുന്നത് കാണിക്കാം. എന്താണ് ഇങ്ങനൊരു അത്ഭുതം ഉള്ളത് എന്നുള്ളത് ഞാൻ ഇത്രയും കണ്ടിട്ടില്ല. ഏകദേശം ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, വലിയ സസ്പെൻസ് ഒന്നും ഇടുന്നൊന്നുമില്ല. ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റെയിൽവേയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടൊന്നല്ല, വലിയ ഇതില്ലാതാണ് ഞാൻ കാണുന്നത്. ഐ തിങ്ക് നടന്നപ്പോൾ നല്ല ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. എനിക്കൊന്ന് കഷ്ടി ഒരു 100 അല്ലെങ്കിൽ ഒരു 500 മീറ്റർ പോലും ഞാൻ നടന്നില്ല. എത്തിയപ്പോഴത്തേക്കും എന്താണ്ട് അടുത്ത ലെവൽ ക്രോസ് എത്തിയേക്കുന്നതാണ്ടേ. അടുത്ത ലെവൽ ക്രോസ് എത്തിയേക്കുന്നു. 500 മീറ്റർ പോലും ഞാൻ നടന്നില്ല. 500 മീറ്ററൊക്കെ നടന്നു ഇല്ല, ഏറിയ ഒരു 400 മീറ്ററിനുള്ളിൽ അടുത്ത ലെവൽ ക്രോസ്. ഇത് കായംകുളത്തോട്ട് പോകുന്നത്, മറ്റേത് തീരദേശ ലെവൽ ക്രോസ്. അതുകൊണ്ട് ഞാൻ ഇത്രയും അടുത്ത് 2 ലെവൽ ക്രോസ് കണ്ടിട്ടില്ല, വെറും 400 മീറ്ററിനുള്ളിൽ. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ ഇത് അല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇസ്മീറ്റ് വർഗീസ് ഫ്രം ടി വ്ലോഗ്സ്. ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ 400 മീറ്റർ എന്നാണ് പറഞ്ഞത്, പക്ഷേ 400 മീറ്റർ ഒന്നും ഇല്ല. ഞാൻ ഒന്നുകൂടെ നടന്നു നോക്കിയപ്പോഴല്ലേ നിങ്ങൾ ആ കാണുന്നുണ്ടോ, അതിൻ്റെ സൺലൈറ്റ് ശരിക്കും അടിക്കുന്നു, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ കാണുന്നതാണ് ലെവൽ ക്രോസ്. അതിന് തൊട്ട് ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ ദണ്ട് ഈ കാണുന്ന അടുത്ത ലെവൽ ക്രോസ് 100 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അത്ഭുതമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ.